അളിയാ പറയടാ ഉണ്ട തുരുമ്പേ. അളിയന്റെ സസ്പെൻഷൻ എന്താ അളിയാ തീരാത്തത്? മനുഷ്യനെ തളർത്താനായിട്ട്. എടേ സംഭവം എന്ന് പറഞ്ഞാലേ ഈ സസ്പെൻഷൻ തീരാറാവുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മണ്ടത്തിനെ പറ്റൂടെ? അങ്ങനെയാണ് നീണ്ടു പോകണം. അച്ഛാ എന്തുവാടാ പണിയെടുക്കാൻ സമ്മതിക്കൂലേ? അച്ഛാ എനിക്ക് നല്ലൊരു സംശയം. ഓ തുടങ്ങിയവൻ. എന്താടാ നിന്റെ സംശയം? അല്ല ഈ അളിയൻ മനഃപൂർവ്വം സസ്പെൻഷൻ നീട്ടി വെക്കുന്നതാന്ന് ഓരോ കാരണങ്ങളും പറഞ്ഞു. എടാ പോടാ ചേർക്ക അവിടുന്ന്. എൻ്റെ മരുമോനെ നിന്റെ വീട്ട് പണിയെടുക്കാൻ നിൽക്കുന്നവനൊന്നുമല്ല. എടാ നന്നായിട്ട് അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത് കേട്ടാ. എടാ മക്കളെ പിന്നല്ല അത് ഞാനങ്ങ് സമ്മതിച്ചു. സമ്മതിച്ചല്ല, നിന്റെ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നില്ല. അളിയൻ ഷേവ് ചെയ്യാൻ പറ്റാത്ത ജോലിക്ക് പോകാത്ത. ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അളിയന്റെ മോന്ത് ഒരുമാതിരി മുട്ട പുഴിയണക്കിരിക്കും. പണവിടെ മുട്ട കാണോടേ എന്ത് തോന്നാ ഈ സംഭവം ഷേവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള സത്യം തന്നെ. എന്ന് പറഞ്ഞാൽ എന്റെ പകികളി അങ്ങനെ ബട്ടറിക്കിടുവോ? അതുള്ളതാ. നിന്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അച്ഛന്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ. എന്നെ രക്ഷിച്ചോളൂ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, ഉള്ള കാര്യം പറയാലോ. ഒന്നിന്റെ ഡൗട്ട് എടാ, ജോലിയുള്ളവർക്ക് ഇടക്കിടക്ക് സസ്പെൻഷനെ കിട്ടും, മനസ്സിലായോ? എന്താ ഇത് സസ്പെൻഷനോ? സസ്പെൻഷനോ? സസ്പെൻഷൻ അല്ല, സസ്പെൻഷൻ. ജോലി ചെയ്തല്ലേ നിനക്കറിയോ? ആര് പറഞ്ഞു ജോലിയുള്ളവർക്ക് മാത്രമേ സസ്പെൻഷൻ കിട്ടുമെന്ന്? എനിക്കും കിട്ടിയിട്ടുണ്ട് കുറെ സസ്പെൻഷൻ ഒക്കെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ കുറെ സസ്പെൻഷൻ മേടിച്ചിട്ടുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതി പോടാ ചേർക്ക അവിടുന്ന്. എന്താണ് അച്ഛനും മരുമോനും മരുമണ്ടനും കൂടെ പരിപാടി? അച്ഛൻ മരുമോൻ മരമണ്ടൻ. അയ്യോ ഇത് എന്റെ ഷർട്ടല്ലേ? എന്ത് അയ കിടക്കണുണ്ട്? എനിക്ക് പുറത്തോട്ട് പോകണമായിരുന്നു. അങ്ങനെ ആയ കിടക്കുന്ന ഷർട്ട് പൂക്കളുള്ള ഷർട്ട് ഇട്ടോണ്ട് എനിക്ക് ഒരിടത്ത് പോകണമായിരുന്നു. പോയിട്ട് വന്നു. ഓ എന്നും പറഞ്ഞ് അയ കിടക്കണുണ്ട് എടുത്തിട്ടാ. ഓഹോ അപ്പൊ അയ കിടക്കുന്ന ഷർട്ടല്ല ചേട്ടൻ എടുത്തിടൂ. ഡേയ് നീ കൂടുതൽ ഞെളിയല്ലോ. ഇതെന്റെ പൈസക്ക് വാങ്ങിച്ച ഷർട്ടല്ലേ? എന്ത് ആര് പറഞ്ഞു? എന്ത് അതെങ്കിൽ പറയണോ? നമുക്ക് അറിഞ്ഞൂടെ? അളിയെ മണ്ണ് മന്ദിരത്തിൽ ഞാൻ അഭിപ്രായം ചോദിച്ചില്ലേ? ഞാൻ എന്റെ പൈസ എടുത്ത് കഷ്ടപ്പെട്ട് മേടിച്ച ഷർട്ട്. നിനക്ക് എവിടുന്ന് പൈസ? ഞാൻ മണിശനി ഉണ്ടാക്കി. മണിശൈനുണ്ടാക്കി? എടാ പോടാ അവിടെ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് 200-300 ഒക്കെ വാങ്ങിച്ചോണ്ട് പോണതാ. ഓ ചേട്ടൻ്റെ 200-300 വാങ്ങിച്ച് മേടിച്ചതേ നരച്ച് കളർ പോകുന്ന ഷർട്ടാ. ഇത് ഞാൻ എന്റെ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് മേടിച്ച ഷർട്ടാ. എന്റെ പൈസക്ക് വാങ്ങിക്കണത് കളർ പോണത്, നിന്റെ പൈസക്ക് വാങ്ങിക്കണത് കളർ പോവാത്തത്. നല്ല കഷ്ടപ്പെട്ട് മേടിച്ചതാ ഞാൻ. ശരി എന്നാ നീ ഇത് ഇട്ട്. എടാ എന്തോന്നല്ലേ ഒരുമാതിരി മാക്രി പിള്ളേരെ പോലെ കുടിച്ചോടു. ഒരു നിർത്തലും ഇല്ല. അച്ഛയിൽ ഇടപെടണ്ട കേട്ടോ. ഇത് കേസ് വേറെ. ചേട്ടാ ഷർട്ട് വരും. നല്ല നീ ഒന്ന് ഊരിക്കാണ് നോക്കട്ടെ. നീ ഒന്ന് ഊരിക്കാണ്. എനിക്ക് ദേഹത്ത് കേൾക്കാനൊന്നും ഷർട്ട് വരും. ചേട്ടാ പോടാ ചേട്ടാ. എന്തുകൂടെ നിന്റെ ചേട്ടനല്ലടാ അവൻ. ദേഹത്തോട്ട് എന്റെ സ്വഭാവം മാറുള്ള കാര്യം. ഷർട്ട് ഊരിട്ടാ ചേട്ടാ. ഇതും കൂടെ ഊരി വാങ്ങിക്കും ഞാൻ കാര്യം പറയാം. കണ്ടു മനസ്സിലായല്ലേ? ഷർട്ട് ഊരുന്നു. എന്തിന്? എന്റെ ചേട്ടത്തി ഞാൻ എന്റെ അടുത്ത് ചോദിക്കാൻ എന്റെ ഷർട്ട് ഇട്ടോണ്ട് പോയി. അതെല്ലാം നേരാണല്ലോ. നിങ്ങൾ എന്തിനാ ഈ ഷർട്ട് എടുത്തിട്ടാ? ഇവിടെ വേറെ ഷർട്ടൊന്നും ഇല്ലേ? എനിക്ക് ഷർട്ട് ഉണ്ടോ ഇല്ലെന്നുള്ളതല്ലേ വിഷയം. ഞാൻ എന്റെ പൈസക്ക് വാങ്ങിച്ച ഷർട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇട്ടെന്ന് പറഞ്ഞോണ്ട് നിനക്ക് എന്താ നീ കിടന്ന് ചാടുന്നത്? ഞാനേ പല പ്രാവശ്യം പറഞ്ഞു ഇത് എന്റെ പൈസക്ക് ഞാൻ മേടിച്ച ഷർട്ടാണ്. അതിപ്പോ എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ ഊരി കൊടുത്ത പ്രശ്നം തീരെ ഊരി കൊടുക്കണില്ല. നീ അധികം കൊണ്ട് ഊരി. സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കി ഷർട്ട് വാങ്ങിച്ചിട്ടാ മുണ്ടും കൂടെ എന്തുവാടാ ഇവിടെ? അനിയന്റെ ഷർട്ട് ഒന്ന് ചേട്ടൻ ഇട്ട എന്റെ പുകില. പണ്ട് മുതലേ ഉള്ള സ്വഭാവം. എടാ വയസ്സായില്ല രണ്ടിനും, നിർത്തിക്കൂടെ ഇനിയെങ്കിലും. അമ്മ ഇത് അങ്ങനെ അല്ലമ്മ. നീ മിണ്ടരുത്. എന്നോട് ആരെല്ലാം അഭിപ്രായം ചോദിച്ചോ? മേലെ ഇവന്റെ ഷർട്ട് എടുത്ത് നീ ഇട്ടുപോയേക്കരുത്. എന്താ നൂരാ? അവ ഒരു പ്രാവശ്യം ഇട്ടേച്ച് നിനക്ക് അങ്ങ് തിരിച്ചു തരും. അമ്മയല്ലോ നേരത്തെ പറഞ്ഞു ഇട്ടു പോരുന്നു. എടാ പുള്ളി എന്തായാലും ഇട്ട് പോയില്ലേ? നാളെ തന്നെ കഴുകിയിട്ട് പുള്ളി അങ്ങ് തിരിച്ചു തരും. ഞാൻ കഴുകിയിട്ട് തിരിച്ചു തരും. തരത്തില്ല. ചേട്ടൻ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞാൽ തരത്തില്ലെന്ന്. കേറി പോടാ നിന്റെ മുറിയില്. പോടാ നിന്റെ മുറിയിലോട്ട്. പോടാ പോ. നീയും പോ. എന്റെ പെമ്പിളെ വിളിച്ചോണ്ട് കേറി പോ. രണ്ടും കൂടെ മുറിയിലോട്ട്. പന പോലെ വളർന്ന് കുഞ്ഞുപിള്ളേർ മുട്ടാക്കി തല്ലു കൂടുന്ന പോലെ കിടന്ന് തല്ലു കൂടും. കഷ്ടം. ചേട്ടാ പേടിച്ചാൽ ഷർട്ടാ. എന്താ പ്രശ്നം? എന്റെ ഷർട്ട് എന്റെ അനുവാദം. പൂക്കുള്ള ഷർട്ട് എനിക്ക് പല പെമ്പിളരെ കാണാൻ പോലുള്ള ഷർട്ട് അത്. ഞാൻ അങ്ങനെ പൊന്നെ ഓമനിച്ച് കൊണ്ടുവരുന്ന ഷർട്ട് എന്റെ അനുവല്ലാതെ എടുത്തിട്ട് പോയി. അങ്ങനെ ആരാ അത്? വിളി അല്ല എന്റെ ചേട്ടനാ എനിക്ക് ദേഷ്യം വരുന്നു. വിളി ചേട്ടാ. എടാ ഇപ്പൊ വിളിച്ച പ്രശ്നമോ? നീ ചെല്ലു പോ. ഞാൻ മേടിച്ചുതരാം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ജിറാഫ് ആണോ വലുത് അതോ മാനാണോ വലുത്? വിവാഷാണോ വലുത്? ചോദിച്ചേ. പല്ലി വിവാഷാണോ വലുത്? ആണോ? ആമി ചേച്ചിക്ക് അറിയാവോ?
അവന്റെ കഴുത്ത് കണ്ടോ? അവന്റെ കഴുത്ത് കണ്ടോ? ഈ സിംഹം എങ്ങനെയാ മാനിനെ പിടിച്ച് തിന്നണേ? ഇതേ സിംഹം എങ്ങനെ കാണിച്ചു കൊടുക്കും മാനിനെ പിടിച്ച് തിന്നുന്ന എങ്ങനെയാന്ന്? ആമ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കിട്ട് എന്താണ്? പെണ്ണ പൈങ്കളി, എന്തോ നീ അറിഞ്ഞ നിന്റെ ആങ്ങളമാരുടെ ആട് ഇടിക്കുമ്പോൾ ഇടിച്ചോണ്ടിരിക്കുന്നു ഒരു പൂക്കൾ ഷട്ടിന്റെ പേര് പറഞ്ഞു. ഇത് രാത്രി ഫാമിലി. ചേടാ ഇത് ഇതുവരെ നിർത്തിയില്ലേ? കൊച്ചിലെ തൊട്ട് തുടങ്ങിയാന്നേ രണ്ടുപേരും കൂടെ. രണ്ടുപേർക്കും ഒരു കോംപ്രമൈസിൽ അങ്ങ് അഡ്ജസ്റ്റ്മെന്റ് പോയാ പോരെ അല്ലേ? അച്ഛന് മാത്രമേ അസുഖമുള്ള അപ്പച്ചിക്കും ഉണ്ട്. എനിക്കോ? എനിക്കൊന്നും അല്ല. അപ്പച്ചി ചേച്ചിയുടെ ഡ്രസ് എടുത്തിടാറില്ലേ? എപ്പോ? എപ്പോഴാന്നാ അപ്പച്ചിയുടെ ഡ്രസ്സ് ആരും അലക്കാത്തപ്പോ എന്റെ അലമാര വന്ന് അടിച്ചോണ്ട് പോകണം ഞാൻ. കൂടി ഇവിടുത്തെ ചുമ്മാ പറഞ്ഞതാ. ഈ എന്താ ഇത്? ഇവിടെ ആരും സ്വന്തം ഉടുപ്പിടൂലേ? നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിച്ചുകൂടി? മാമന് വേറെ ആദ്യം ഡ്രസ് കേറാത്തോണ്ടല്ലോ മാമനൊന്നും ഇടാത്തെ. പിന്നല്ലാതെ വലിയ പുണ്യാളം വന്നേക്കുന്നു. എടി കുണ്ടപ്പാറു, ഞാൻ അത്ര വലിയ തടിയിലൊന്നുമല്ല കേട്ടാ. അറിയാം മാമൻ തടിയിലൊന്നും. ആ പിന്നെ ഈ കൊച്ചെന്തോ അങ്ങനെ പറഞ്ഞത്? അത് അവൾ അറിയില്ലായ്മ കൊണ്ട് പറഞ്ഞില്ലേ? ആ അറിയില്ലായ്മയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഈ ശിവന് വേറെ ഡ്രസ് ഇടാൻ ഗതികേടൊന്നും വന്നിട്ടില്ല ഈ വീട്ടില്. എനിക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നത് നിങ്ങൾ കാരണം. ഞാൻ കാരണം ഞാൻ തോന്നിയത്. നിങ്ങൾ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ല. ആവശ്യത്തിന് ഡ്രസ്സ് വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് മാറ്റി മാറ്റി ഇടായിരുന്നല്ലോ. അപ്പൊ എല്ലാം കൂടെ എന്റെ മണ്ടയെ കൊണ്ടുവച്ചാ വേറെ ആരുടെ മണ്ടയ്ക്ക് വെക്കും? സസ്പെൻഷൻ വാങ്ങിച്ച് 24 മണിക്കൂറും വീട്ടിലാ. പിന്നെ കയ്യിലാണ് 10 പൈസയില്ല. 10 പൈസയില്ല 4 കൊള്ളടി. ഞാൻ പറഞ്ഞു നിനക്ക് 1500 ഡ്രസ്സ് വാങ്ങിച്ചാലേ നീ അതെല്ലാം കഴുകാതെ അവിടെ മൂലയെ കൊണ്ട് വെച്ചിട്ടേ നീ ആ കൊച്ചിന്റെ ഡ്രസ്സ് പോയി അടിച്ചു മാറ്റി ഇടണോണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒന്നും വാങ്ങിച്ചരാത്തത്? ഓ ആയിക്കോട്ടെ, നിങ്ങൾ ഇനി എനിക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നീ പോടി വരുന്നു ഉറക്ക ഭൂതമേ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു മാമ. മോശമായി പോയി. പെണ്ട നീലൊന്ന് പരാതി പറഞ്ഞത്. ഞാനൊരു നടന്ന സംഭവം പറഞ്ഞതല്ലേ ഉള്ളൂ. പാടാ നമുക്ക് പോവാം. പാടാ ശമ്പൂ നമുക്ക് പോവാന്നാ. എല്ലാം മാമന്റെ വിധി. 3 എണ്ണം കൂടെ പോവുകയും ചെയ്തു. ഡേ അവൻ ഷർട്ട് വെച്ച് വരണമെങ്കിൽ അലക്കിയിടുന്നപ്പോൾ കാക്ക എടുത്തോണ്ട് പോയെന്നങ്ങ് പറഞ്ഞാൽ മതി. അതെന്തിനാ അങ്ങനെ പറയണേ? അങ്ങ് തിരിച്ചു കൊടുത്താ പോരെ? കൊടുക്കും ഞാൻ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതും ഒളിപ്പിച്ച് അവൻ്റെ റൂമിൽ കിടക്കുന്ന സകല ഷർട്ടും ഞാൻ എടുത്ത് ഒളിപ്പിച്ചു. എന്റെ ഉത്തോണ്ട നിങ്ങൾ എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോകുന്നേ? അവന്റെ സ്വഭാവം അറിയത്തില്ലേ? അവൻ വെറുതെ ഇതിന്റെ പേര് വഴക്കുണ്ടാക്കുവേ. ഓ ഒരു പ്രശ്നമല്ല. സ്വന്തം ചേട്ടന് ഒരു ഷർട്ട് ഇടാൻ കൊടുക്കാതെ അവനങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? പൂക്കളെ ഷർട്ട് തപ്പിയിട്ട് വായി നോക്കാൻ വേണ്ടി അവിടെ നെട്ടോട്ട് ഓടും. തപ്പി തപ്പി നടക്കുക. നിങ്ങൾ എന്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ ഇതുകൊണ്ടൊന്നും ഒരു പാഠം പഠിക്കാൻ പോകുന്നില്ല. ആ പാഠം പഠിക്കണ്ടേ? ആ വരണം. എന്തൊരു വൃത്തിയുടെ സ്വഭാവം ചേട്ടാ ഇത്. എന്താടാ വൃത്തിയെടുത്ത എന്താടാ എന്ത് ചേട്ടത്തി ഇത് നോക്കേട്ടത്തി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കയറി എൻ്റെ ഫോട്ടോ അടി കമന്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ പൈസക്ക് വേണ്ടി ഷട്ടെന്ന്. നാണം ഉണ്ടോ? നാണം. എടാ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ലേ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ എന്തോ തെറ്റ് ചെയ്ത് ചേട്ടൻ്റെ അടുത്ത്? എൻ്റെ ചേട്ടത്തി നോക്കണം. എത്ര പെമ്പിളാർ ഷെയർ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് എന്ന് അറിയാമോ? എൻ്റെ കണ്ണിച്ചോറുള്ള ആരും ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്യൂ? അതെന്തായാലും ഉത്തോണ നിങ്ങൾ കാണിച്ചത് മോശമായി പോയിട്ടോ. ഇത് ഭയങ്കര കണ്ണിച്ചോറില്ലാത്ത പരിപാടിയായി പോയി. മനുഷ്യന്മാരായ പങ്കുവെച്ച് ജീവിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ വലുതാകുമ്പോൾ അച്ഛനെ പോലെ ആയിപ്പോ. ഇതിനുള്ള പണിയേ ഞാൻ തരുന്നുണ്ട് കമ്പൗണ്ടറെ. അതൊക്കെ വിട്. എൻ്റെ ഷട്ടിങ്ങാ. നീ പറ. നേരത്തെ പറഞ്ഞില്ലേ? അത് പറ. നിങ്ങൾ പറഞ്ഞാൽ മതി. നീ പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. പറഞ്ഞോട്. എടാ അതെ, ഷർട്ട് ഞാൻ അലക്കി വിരിച്ചിരിക്കായിരുന്നു. അതൊരു കാക്ക എടുത്തോണ്ട് പോയടാ. അതേത് ചേട്ടത്തി? XXL പൂക്കൾ ഷർട്ട് ഇടുന്ന കാക്ക? എടാ ഈ പറക്കുന്ന കാക്കയില്ലേ? ഓഹോ ആ കാക്ക. ശരിയാക്കി തരാം ഞാൻ. സുമേഷിനെ നോവിച്ചു വിട്ടാ എന്താ സംഭവിക്കുന്നത് ഇവിടെ ആരും ഇതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എടാ ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടിട്ട് ജീവിക്കാൻ പഠിക്കും കേട്ടാ. സ്വന്തം കാര്യങ്ങൾ പങ്കുവെച്ച് ജീവിക്കണോടാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ജീവിക്കണം. കൊടുത്ത് വാങ്ങിച്ചും ജീവിക്കണം. ശരി ആയിക്കോട്ടെ. നല്ലൊരു പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ ചേട്ടൻ റെഡി ആയിട്ടിരുന്നോ? ഉൾക്കൊണ്ട് ചേട്ടൻ ഊപ്പാട് വരും. വെറും സുമേഷ് ഒന്നും അല്ല പറയുന്നേ, തുരുമ്പ് സുമേഷ് തന്നെ പറയുന്നേ കേട്ടോ. നീ പോ. സൂക്ഷിച്ചൊക്കെ ഇരുന്നോ ഒന്ന്. പണിയാവോ? ഒരു പണിയില്ല. കൊള്ളാം. ഷട്ടെടുത്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പണിയാവുന്ന വേണം. വേണം അരി അരിഞ്ഞ് എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ എന്താ പിള്ളേരെ? മാമ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഒരു സംഭവം വേഗം വന്നുണ്ടോ? ഞെട്ടരുത് മാമ, ഞെട്ടരുത്. ഞാൻ ഞെട്ടയൊന്നുമില്ല. ഞാൻ ഞെട്ടി. മരുമോനെ ഇങ്ങനെ ഒരു കാഴ്ച ജീവിതത്തിൽ കാണാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഓ ഞാനും മക്കളെ നീ നുള്ളു. സത്യം തന്നെ നുള്ളി മനുഷ്യന്റെ അസ്ഥി വരെ എടുക്കുമല്ലോ. ഇതിനകത്ത് നിന്ന് എല്ലാം എടുക്കണമെങ്കിലേ JCB കൊണ്ട് എന്ത് മാന്തണം. അതെല്ലാം പോട്ട്. ഇതാ നിന്റെ തുണി മാത്രമേ ഉള്ള. എന്റെ ഒന്നുമില്ലേ? ഇതിന് സ്വഭാവം ഞാൻ എന്റെ അടുത്തോണ്ട് വരാം. എങ്ങോട്ടും പോണ്ട. ഇത് പ്രതിഷേധമോ? കണ്ടിട്ട് മനസ്സിലായില്ലേ? പ്രതിഷേധോ? എന്ത് പ്രതിഷേധം? അത് അങ്ങേർക്ക് നന്നായിട്ട് അറിയാം എന്തിന്റെയാന്ന്. എനിക്ക് അറിഞ്ഞു. എന്തോന്നടി? 1500 ജോഡി ഡ്രസ്സ് എനിക്ക് ഉണ്ടായിട്ടും അതെല്ലാം ഞാൻ അഴുക്കാക്കി ഇട്ടിട്ട് ഇവളുടെ അലമാരി കയറി പരതുവാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിന്റെ പ്രതിഷേധം. ഓ അതായിരുന്നല്ലേ. ഡി
വലിയൊരു സംസാരിക്കുന്ന ഇടയിൽ കയറി സംസാരിച്ചിട്ടുണ്ടല്ലോ ഉന്തക്കൊണ്ട് ഞാൻ കുത്തി പൊട്ടിക്കുന്നുണ്ട്. എടി പ്രതിഷേധമായിരുന്നാ? എന്നാ പിന്നെ നീ 5-6 മുദ്രാവാക്യ ബോർഡിൽ എഴുതി വെച്ചിട്ട് ഒരു സമര പന്തലം കൊണ്ടുവരാത്തത്? നനഞ്ഞ തുണിയായിരിക്കുന്ന കറക്കി ഒരു അടി തന്നാലുണ്ടല്ലോ. നീ കറക്കി അടിച്ച എന്റെ അഴുക്കെല്ലാം കള. എടാ നിർത്ത്. എടാ എന്തോ പ്രശ്നം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മാമൻ നാമക്കളെ പോലെ തന്നെ ഇവളും ആൾക്കാരെ തുണി അടിച്ചു മാറ്റി ഇടുന്നു എന്നൊരു പരാതി അതുകൊണ്ട് ഇവള് പറഞ്ഞപ്പം ഞാൻ ഒന്ന് കളിയാക്കി, അതിനാണ്. അയ്യേ അത്രേ ഉള്ളൂ പ്രശ്നം. ചീള് കേസ്. ഈ മാമന്റെ ഒരു മക്കളെ മാമ മര്യാദ പഠിപ്പിച്ചില്ലേ? അത് മറന്നുപോയതാണോ അതാ അറിയാതെ അങ്ങ് വിട്ടുപോയതാ? ഇദ്ദേഹം ഒരു മര്യാദയും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ മക്കളെ ആവശ്യത്തിന് മര്യാദ പഠിപ്പിച്ച അവളത്തെ. പിന്നെ എന്ത് ഇവരൊക്കെ ഇങ്ങനത്തെ മനുഷ്യരായി പോയത്? എടേ കൂടെ പുറപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞിടുന്ന ഒരു തെറ്റാണോടെ? മാറിയും തിരിഞ്ഞിടാൻ പറ്റിയ സമയം. ബാക്ടീരിയ, വൈറസും, പൂപ്പലും, പിന്നെ അതാണ്ട് ഇപ്പം പായലും മാറ്റിയിട്ട് അഴകായിരിക്കും. അത് മാമൻ പറഞ്ഞത് കറക്റ്റ്. ഓ എനിക്കിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിന്റെ കെട്ടിയവനെ താടി അടിക്കാൻ വയ്യാത്തോണ്ടാ മനഃപൂർവ്വം സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ഒന്ന് പറഞ്ഞു. എടാ തുരുമ്പിച്ച മൊബൈൽ ടവർ നിന്റെ ബൾബ് കണ്ണ് ഞാൻ അറിഞ്ഞു പൊട്ടി കേട്ടാ വൃത്തി പറഞ്ഞ. ഓഹോ അത് ശരി. നിങ്ങൾക്ക് താടി ഷേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഞാൻ 2-3 ഡ്രസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എടി പൈങ്കിളി അവന് ഭ്രാന്താണ്, അവൻ ചുമ്മാ ആണല്ലേ? അവന് ഭ്രാന്തൊന്നുമില്ല, എനിക്കെല്ലാം മനസ്സിലായി. വേറെ ലോകത്തൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു സസ്പെൻഷൻ കഥ കാണിച്ചു തരാം നിങ്ങൾ. പെണ്ണ പൈങ്കിളി എടി പോയാ അത് തീർന്നു കിട്ടി. ഇനി അവിടെ ഉഗ്ര വഴക്കുണ്ടാവും.